ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് അമീഷ് ത്രിപാഠിയുടെ 3 ഭാഗങ്ങളുള്ള ശിവപുരാണത്തിലെ ആദ്യ ഭാഗമായിട്ടുള്ള മെലൂഹയിലെ ചിരഞ്ജീവികൾ എന്ന പുസ്തകത്തിനെ കുറിച്ചാണ്. ടിബറ്റൻ താഴ്വരയിലെ ഗോത്രവർഗ്ഗക്കാരിൽ നിന്നും മഹാദേവനിലേക്കുള്ള ശിവന്റെ യാത്രയാണ് ഇതിലെ പ്രതിപാദ്യം. ഒരു ഗോത്ര നേതാവിൽ നിന്നും മെലൂഹ എന്ന രാജ്യത്തിനെ സംരക്ഷിക്കാനായി ഇറങ്ങിത്തിരിച്ച് ദൈവിക പദവിയിലേക്ക് എത്തിച്ചേരുന്ന ശിവനെയാണ് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. കഥയുടെ തുടക്കത്തിൽ തന്നെ നന്ദി അടങ്ങുന്ന മെലൂഹയിലെ ഒരു സംഘം ശിവനെയും കൂട്ടരെയും അവരുടെ സാമ്രാജ്യമായ മെലൂഹയിലേക്ക് കുടിയേറാനായിട്ട് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീനഗരത്തിലാണ് അവർ ആദ്യം എത്തിച്ചേരുന്നത്. അവിടെ വെച്ച് അവരുടെ കാര്യങ്ങൾ നോക്കാനായി ഏൽപ്പിച്ച ചിത്രാംഗതനെ കണ്ടുമുട്ടുന്നു. ശിവന്റെ വാസസ്ഥലത്തിൽ നിന്നും കുടിയേറി വന്ന രാജ്യത്തെ വ്യത്യാസങ്ങൾ ശിവൻ വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നുണ്ട്. തങ്ങളുടെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ പോലെയല്ല ഇവിടത്തേതെന്നത് ശിവനെ അതിശയിപ്പിക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് ആയുർവതി എന്ന വൈദ്യശ്രേഷ്ഠയെ ശിവൻ കണ്ടുമുട്ടുന്നത്. 7 ദിവസത്തെ സംസർഗ നിയന്ത്രണത്തിന്റെ ഭാഗമായി ആയുർവേദി ഗുണന്മാർക്കെല്ലാം തന്നെ അത്താഴത്തിന് ശേഷം ഒരു ഔഷധ പാനീയം നൽകുന്നു. ആ പാനീയം കുടിച്ച് ഗുണന്മാരൊക്കെയും പനി ബാധിക്കുകയും എന്നാൽ ശിവന്റേത് മാത്രം സ്വയം ഭേദമാവുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴുത്ത് കരിനീല നിറമായി തീരുകയും ഇത് കണ്ട് മെലൂഹക്കാർ ഐതിഹ്യം നിറവേറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞ് ശിവനെ വാഴ്ത്തുകയും ചെയ്യുന്നു. അവിടെ നിന്നും ദക്ഷനെ കാണാനായി പുറപ്പെടുന്ന യാത്രക്കിടയിലാണ് ശിവൻ ആദ്യമായി രാമനെക്കുറിച്ച് നന്ദിയിൽ നിന്നും മനസ്സിലാക്കുന്നത്. നന്ദിയിൽ നിന്നും തന്നെ മെലൂഹയിൽ നിലനിൽക്കുന്ന വംശങ്ങളെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും ശിവൻ അറിയുന്നുണ്ട്. നന്ദി ഒരു സൂര്യവംശിയാണെന്നും അതായത് സൗരപഞ്ചാംഗം പിന്തുടരുന്ന വംശത്തിൽപ്പെട്ടതാണെന്നും അവർ ശക്തരും അചഞ്ചലരും ദാനശീലരുമാണെന്നും അറിയുന്നു. ശ്രീരാമൻ സൂര്യവംശിയാണെന്ന് ശിവൻ മനസ്സിലാക്കുന്നു. സതിയെയും തോഴി കൃതികയെയും ശിവൻ യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഒരു കൂട്ടം യോദ്ധാക്കളിൽ നിന്ന് അവളെ രക്ഷിക്കാനായിട്ട് ശിവൻ സഹായിക്കുന്നു. വളരെ ധീരതയോടെ ശത്രുക്കളോട് പോരാടുന്ന സതിയോട് അപ്പോൾ തന്നെ ശിവന് ആരാധന തോന്നുകയും ചെയ്യുന്നുണ്ട്. നന്ദിയിൽ നിന്നും സതിയെ ആക്രമിക്കാൻ വന്നവർ വിരൂപികളായ നാഗന്മാരാണെന്ന് ശിവൻ അറിയുന്നു. ചന്ദ്രവംശികൾ സൂര്യവംശികളെ തകർക്കാനായാണ് കരുത്തരും ശപിക്കപ്പെട്ടവരുമായ നാഗന്മാരെ കൂട്ടുപിടിച്ചതെന്ന് നന്ദി വിശ്വസിക്കുന്നു. ദേവഗിരിയിൽ വെച്ചാണ് ശിവൻ ദക്ഷ മഹാരാജാവിനെ കണ്ടുമുട്ടുന്നത്. ചന്ദ്രവംശികളുടെ ആക്രമണത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ വന്ന ഐതിഹ്യപ്രകാരമുള്ള യഥാർത്ഥ നീലകണ്ഠൻ ശിവനാണെന്ന് ദക്ഷൻ മനസ്സിലാക്കുന്നു. പിന്നീട് ഒരവസരത്തിൽ ശിവന്റെ ചോദ്യത്തിന് മറുപടിയായി തനിക്ക് 184 വയസ്സുണ്ടെന്നും അതിന് കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബ്രഹ്മാവ് നിർമ്മിച്ച സോമരസം എന്ന ഔഷധമാണെന്നും ദക്ഷൻ പറയുന്നു. അത് മൃത്യു ഇല്ലാതാക്കുകയും യൗവനം നിലനിർത്തുകയും ചെയ്യുന്നതാണെന്നും പറയുന്നു. നന്ദിയിൽ നിന്നും വികർമ്മനാരികളെക്കുറിച്ചും മുൻജന്മ പാപഫലമായി ഇപ്പോഴത്തെ ജന്മത്തിൽ അവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചും അറിയുന്നുണ്ട്. വിവാഹത്തിന് അനുമതിയില്ലാത്ത ഈ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു കുമാരി സതിയും. മൈക്ക എന്ന ഗുരുകുല സമ്പ്രദായവും അവിടെ ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം തുല്യമായ രീതിയിലുള്ള പരിശീലനവും സോമരസവും നൽകുക വഴി എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുന്ന ശ്രീരാമന്റെ രീതിയെക്കുറിച്ചും ദക്ഷൻ അറിയിക്കുന്നുണ്ട്. ഈ ഒരു സംവിധാനത്തിനെതിരായിരുന്ന ബ്രാഹ്മണരുടെ പിന്മുറക്കാരാണ് ചന്ദ്രവംശികളെന്നും അവരാണ് അയോധ്യ ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്നതെന്നും കഥയിൽ പറയുന്നുണ്ട്. സ്വദ്വീപ് എന്ന ചന്ദ്രവംശികളുടെ സ്വാധീനത്തിൽപ്പെട്ട പ്രദേശത്തിലെ ഭാഗങ്ങളെ തങ്ങൾക്കൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നും അതിനുവേണ്ടി തങ്ങളെ നയിക്കാനും ദക്ഷൻ ശിവനോട് ആവശ്യപ്പെടുന്നുണ്ട്. സ്വദ്വീപ് എന്ന സാമ്രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ചക്രവർത്തിയായിട്ട് നിലകൊള്ളുന്നത് ദിലീപ മഹാരാജാവാണെന്നും പറയുന്നു. ശിവൻ അതിനാൽ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യുന്നുണ്ട്. കുറേയേറെ ആശങ്കകൾക്കൊടുവിൽ നീലകണ്ഠന്റെ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നപരിഹാരങ്ങൾക്കായിട്ട് പരിശ്രമിക്കാമെന്ന് ശിവൻ വാക്കു നൽകുന്നു. സോമരസത്തിന്റെ ഉൽപാദനത്തെക്കുറിച്ചും അതെങ്ങനെയാണ് മൃത്യുവിൽ നിന്ന് രക്ഷ നൽകുന്നതെന്നുമുള്ള വിവരങ്ങൾ ശിവൻ നേരിട്ട് അറിയുന്നുണ്ട്. പ്രാണവായു ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ജ്വലനകാരികൾ എന്ന വിഷപദാർത്ഥങ്ങളെ വിയർപ്പും മറ്റുമായി പുറന്തള്ളുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നതെന്ന് ബൃഹസ്പതി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ സതിയോടുള്ള ശിവന്റെ പ്രണയം മുതലെടുക്കാനും അതുവഴി ശിവനെ സൂര്യവംശികളുടെ ഒപ്പം നിലനിർത്താനും ദക്ഷൻ പരിശ്രമിക്കുന്നു. ഇതിനിടയിൽ തന്നെ സതിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള നാഗന്മാരുടെ നീക്കം ശിവന്റെ നേതൃത്വത്തിൽ തടയുന്നുണ്ട്. എന്നാൽ ഇതിൽ ഒരവസരത്തിൽ മുതലയുടെ ആക്രമണത്തിൽ നിന്നും ഒരു സ്ത്രീയെ നാഗന്മാർ രക്ഷിക്കുകയും ഈ പ്രവൃത്തിയെക്കുറിച്ച് അറിയുമ്പോൾ ശിവൻ അതിശയിക്കുകയും ചെയ്യുന്നുണ്ട്. രക്തദാഹികളായ നാഗന്മാർ ചരിത്രം പറഞ്ഞതുപോലെ ക്രൂരരല്ല എന്ന സൂചനയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്. വികർമ്മ എന്ന സമ്പ്രദായത്തോട് ശിവൻ അതീവമായിട്ടുള്ള എതിർപ്പ് തോന്നുകയും ചെയ്യുന്നുണ്ട്. അതപ്പോൾ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.
സതിയുടെ ഒരു പ്രണയം ലഭിക്കാനുള്ള ആദ്യ പടി അവൾക്ക് ആദരവ് നൽകലാണെന്ന് ഒരു ബ്രാഹ്മണ പുരോഹിതൻ ശിവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുഞ്ച് എന്ന പ്രദേശത്ത് വെച്ച് നടക്കുന്ന യുദ്ധത്തിൽ സതിക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുന്നുണ്ട്. മരണത്തിലേക്ക് പോകുമെന്നുറപ്പുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് സതിയെ രക്ഷിക്കുന്നത് ശിവനാണ്. ശിവന്റെ നിർദ്ദേശപ്രകാരം സോമരസം നൽകുന്നതിലൂടെ സതി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ദക്ഷന്റെ സമ്മതത്തോടുകൂടി ശിവൻ വികർമ്മ നിയമത്തിൽ മാറ്റം വരുത്തുകയും അതോടുകൂടി സതിയെ വിവാഹം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ശിവന്റെ അനുവാദത്തോടെ ഭദ്രൻ സതിയുടെ തോഴിയായ കൃതികയെയും വിവാഹം ചെയ്യുന്നു. ഇതിനിടയിൽ ബൃഹസ്പതി മരിക്കുകയും ആ ഒരു മരണത്തിന്റെ പ്രതികാരം ചെയ്യാനെന്നോണം ശിവൻ സ്വദീപിനു മേലെയും അതുവഴി നാഗന്മാർക്കെതിരെയും യുദ്ധം പ്രഖ്യാപിക്കുന്നു. യുദ്ധത്തിൽ ആക്രമണത്തിനായി ശിവൻ സ്വയം ത്രിശൂലം എന്ന ആയുധ രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. സൈനികരോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്നതിലൂടെ പർവ്വതേശ്വരൻ ശിവനെ മഹാദേവനായി കണ്ട് ബഹുമാനിക്കാൻ ആരംഭിക്കുന്നുണ്ട്. യുദ്ധം ആരംഭിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, തിന്മയെ ഇല്ലാതാക്കാൻ നന്മയുടെ ഭാഗത്ത് നിന്ന് പോരാടുന്നവനാണ് യഥാർത്ഥ മഹാദേവൻ. അതുകൊണ്ട് തൻ്റെ ഒപ്പം നന്മയ്ക്ക് വേണ്ടി പോരാടുന്ന ഓരോ സൈനികരും മഹാദേവന്മാരാണെന്നുള്ള ഒരു അറിവ് പകർന്നു നൽകുന്നുണ്ട്. ആ ഒരു യുദ്ധത്തിൽ സൂര്യവംശികൾ വിജയിക്കുകയും ചന്ദ്രവംശികളെ കൈയടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് ചന്ദ്രവംശികളും മഹാദേവനെ കാത്തിരിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ശിവൻ തളർന്നു പോകുന്നുണ്ട്. ചെയ്തത് തെറ്റായി പോയെന്നും തോന്നുന്നുണ്ട്. നാഗന്മാരെ തങ്ങളല്ല നിയോഗിച്ചതെന്നും സമാധാനത്തിന് വേണ്ടിയാണ് തങ്ങൾ ശ്രമിച്ചിട്ടുള്ളതെന്നും ചന്ദ്രവംശികൾ വാദിക്കുന്നു. പിന്നീട് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെത്തുമ്പോൾ വാസുദേവ ഗോത്രത്തിൽപ്പെട്ട ബ്രാഹ്മണനെ കാണുകയും എന്താണ് മഹാദേവന്റെ യഥാർത്ഥ ഉദ്ദേശ്യമെന്ന് അയാൾ ശിവന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തിന്മ എന്താണെന്ന് കണ്ടുപിടിക്കലാണ് യഥാർത്ഥ മഹാദേവന്റെ ഉദ്ദേശ്യമെന്ന് അവിടെ വെച്ച് ശിവൻ മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സമയം നാഗന്മാരാൽ ആക്രമിക്കപ്പെടുന്ന സതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ശിവനെയും കാണിച്ചുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ആ കഥയുടെ ബാക്കി പിന്നെ നാഗന്മാരുടെ രഹസ്യം, വായുപുത്രന്മാരുടെ ശപഥം എന്നീ 2 പുസ്തകങ്ങളിലൂടെയാണ് അമീഷ് ത്രിപാഠി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു കഥയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ആദ്യത്തെ പുസ്തകമായിട്ടുള്ള മെലൂഹയിലെ ചിരഞ്ജീവികളിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.